പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ കണ്ണുനീരോടെയാണ് ആ സ്ഥാനമേൽക്കുന്നത്. സിസ്റ്റീൻ ചാപ്പലിലെ ഹോൾ ഓഫ് ടിയേഴ്സ് അഥവാ കണ്ണുനീർ ഹോൾ എന്നറിയപ്പെടുന്ന മുറിയിലാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പ കരയുന്നത്. ഈ മുറി ഇങ്ങനെ അറിയപ്പെടാൻ കാരണം പുതിയ മാർപ്പാപ്പമാർ കർദിനാളിന്റെ ചുവന്ന വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി മാർപ്പാപ്പമാർക്കുള്ള പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ കരയാറുണ്ട്. അതുകൊണ്ടാണ് ഈ മുറി ഹോൾ ഓഫ് ടിയേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. 1878 ലിയോ 13 പാപ്പ താൻ വേഗം മരണപ്പെടുമെന്ന് ഓർത്ത് ഈ ഹാളിൽ വെച്ച് കരഞ്ഞ കഥ ദി ജെസ്യൂട്ട് റിവ്യൂ പുറത്തുവിട്ടിരുന്നു. ചരിത്രത്തിനും പാരമ്പര്യത്തിനും അപ്പുറം ഈ മുറിയിൽ പുതിയ മാർപ്പാപ്പമാർക്ക് കർത്താവ് വിശുദ്ധ പത്രോസിനെ ബരമേൽപ്പിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ച് ധ്യാനിക്കാനും അവസരമുണ്ട്. ഹോൾ ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് മാർപ്പാപ്പ പുറത്തു കടക്കുമ്പോൾ ഓരോ കർദിനാളും മുന്നോട്ട് വന്ന് പുതിയ പാപ്പയ്ക്ക് ആശംസകൾ നേരുന്നു. തുടർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്നും നമുക്ക് പുതിയ പാപ്പയെ കിട്ടിയെന്ന് പ്രഖ്യാപിക്കുന്നു.